ഹായ് എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മസ്കാരയില്ലേ, മസ്കാര മാത്രം യൂസ് ചെയ്തിട്ട് കണ്ണ് നല്ലൊരു അപ്ലിഫ്റ്റഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ട് മേക്കപ്പൊന്നും ഐ മേക്കപ്പായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതും കുറച്ച് കാജലും വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു ഐ മേക്കപ്പ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കണ്ണ് കുറച്ചും കൂടെ വലുതായിട്ട് നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബേസ് മേക്കപ്പാണ് ചെയ്യുന്നത്. ഞാൻ CTM ഒക്കെ ചെയ്ത് പ്രൈം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മെയ്ബ്ലിൻ ഫിറ്റ്മിയുടെ 330 ഷെയ്ഡാണ്. അത് യൂസ് ചെയ്തൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ലാക്മേയുടെ സെറ്റിംഗ് പൗഡറാണ്, കോമ്പാക്ട് പൗഡർ. അത് കഴിഞ്ഞിട്ട് ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ്. ഞാൻ ഐബ്രോസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതിനുള്ള കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെങ്കിൽ കണ്ടു നോക്കാം. സോ ഞാൻ ഐബ്രോസ് ഒന്ന് ഈവനാക്കി എടുത്തു കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്യുകയാണ്. ലിപ്സ്റ്റിക്കിൻ്റെയും ഷെയ്ഡും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലത്തെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് കാജലെടുത്തിട്ട് ഈ ഔട്ടർ കോർണറിൽ മാത്രം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ മേളിലൊന്ന് ടൈറ്റ് ലൈൻ ചെയ്യാം. ലൈക്ക് കൃത്യമായിട്ടങ്ങ് നല്ല കട്ടിക്ക് മേളിൽ എഴുതണ്ട, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എങ്ങനെ മസ്കാര എഴുതാമെന്ന് നോക്കാം. ഞാൻ വലത്തെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇടത്തെ സൈഡിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വെക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അതിന് ഇതുപോലെ ഒരു ലാഷ് കേളർ ഉണ്ട്, ഐലാഷ് കേളർ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺപീലി ഒന്നിങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചൊന്ന് കേൾ ചെയ്തെടുക്കുക. ഒരു കുറച്ച് നേരം, ഒരു 10 സെക്കൻഡൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ മസ്കാര യൂസ് ചെയ്യുക. നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു മസ്കാര എടുത്ത് ഈ കൺപീലിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഓരോരോ സെറ്റായിട്ട് ഇങ്ങനെ ഒരു കട്ടി കോട്ടൊന്നും അടിക്കണ്ട, ജസ്റ്റ് ഒരു കോട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുക. എല്ലാം ഈവനായിട്ട് എല്ലായിടത്തും എത്തിക്കണം. ഇതുപോലെ നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും നല്ല ലിഫ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു 10-30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യത്തൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിലും കുറച്ചും കൂടെ ലിഫ്റ്റഡ് ലുക്ക് വേണം എന്നാണെങ്കിൽ ഒന്നുകൂടെ ഒരു കോട്ട് അപ്ലൈ ചെയ്യുക. വേണ്ട, ഇതുപോലത്തെ ഒരു ലുക്ക് മതി എന്നാണെങ്കിൽ അവിടെ നിർത്തുക. എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴയൊരു മസ്കാരയുടെ ബ്രഷ് ഉണ്ട്, അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചേക്കുന്നതാണ്. അതാണ് എടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് സ്പൂലിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതായാലും എടുക്കുക, ഇതുപോലത്തെ തന്നെ ഷേപ്പിലുള്ളത്. അത് വെച്ചിട്ട് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത മസ്കാര ഈ ബ്രഷ് വെച്ച് ചീകത്തില്ലേ മുടി, അതുപോലെ നല്ല രീതിയിൽ ഒന്ന് ചീകി ഒതുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ആ വിടർന്ന് നിൽക്കും. ഇങ്ങനെ ക്ലംപ് ചെയ്ത് ഒരിടത്തായിട്ട് മാറി ഇങ്ങനെ ഒട്ടി നിൽക്കാതെ നല്ല വിടർന്നിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് താഴ്ഭാഗത്ത് കുറച്ച് മസ്കാര ഇതുപോലെ താഴത്തെ ലാഷസിലും അപ്ലൈ ചെയ്യുക. പിന്നെ ഈ വെള്ളയായിട്ട് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കവർ ചെയ്യുക. നമ്മുടെ കാജൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറ്റ ഭാഗം ഒന്നൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. സോ ആ ഒരു ലിഫ്റ്റഡ് ഇലോങ്ങേറ്റഡ് ലുക്ക് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെ ചെയ്യാം. നമുക്ക് ലാഷസ് കുറച്ചും കൂടെ വലുതായി തോന്നിക്കണമെങ്കിൽ ഈ നമ്മുടെ മസ്കാര ഉണങ്ങി കഴിയുമ്പോൾ ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ സ്പൂലി വെച്ചിട്ട് അതൊന്ന് ചീകി നേരെയാക്കി വെക്കുക. ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് എത്ര കോട്ട് വേണം എന്നുള്ളത് കുറച്ച് സമയം ഗ്യാപ്പ് കൊടുത്ത് ചെയ്താൽ മതി. ഒരുപാട് തിക്കായിട്ട് ചെയ്യേണ്ട, ഇൻ്റർവെല്ലിൽ ചെയ്താൽ മതി. അപ്പോൾ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.